മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി റോഡ് തുറന്നു നൽകിയ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ട്രാഫിക് എസ്ഐ ആയിരുന്ന കെ.പി. സിദ്ദീഖ് വീണ്ടും മൂവാറ്റുപുഴയിൽ ചാർജെടുത്തു. ഏറെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായ സംഭവത്തിൽ ഭരണം മാറിയതോടെയാണ് കെ.പി. സിദ്ദീഖ് വീണ്ടും മൂവാറ്റുപുഴയിൽ എത്തിയത്. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് റോഡ് തുറന്നു നൽകിയ സംഭവത്തെ തുടർന്ന് സസ്പെൻഷൻ ലഭിച്ച ട്രാഫിക് സബ് ഇൻസ്പെക്ടർ കെ.പി. സിദ്ദീഖ് വീണ്ടും മൂവാറ്റുപുഴയിൽ ചാർജെടുത്തു. 2025 സെപ്റ്റംബർ മാസത്തിലാണ് സംഭവം നടക്കുന്നത്. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ തുറന്നു നൽകിയിരുന്നു. ഈ സമയത്ത് ട്രാഫിക് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന കെ.പി. സിദ്ദീഖ് സ്ഥലത്തുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ പരാമർശങ്ങൾക്കും വിമർശനങ്ങൾക്കുമാണ് മൂവാറ്റുപുഴ വേദിയായത്. മൂവാറ്റുപുഴ ട്രാഫിക് സബ് ഇൻസ്പെക്ടർ റോഡ് തുറന്നു നൽകിയ സംഭവത്തിൽ ഇടപെട്ടു എന്ന് ആരോപണമുയർന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ വാക്പോരുകളാണ് മൂവാറ്റുപുഴയിൽ അരങ്ങേറിയത്. സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്ത വിഷയമായി എസ്.ഐയുടെ സസ്പെൻഷൻ മാറി. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ സുഖമായി ഗതാഗതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കെ.പി. സിദ്ദീഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് സാധിച്ചിരുന്നു. പൊതുജനങ്ങളിൽ നിന്നും വലിയ മികച്ച അഭിപ്രായമാണ് അദ്ദേഹത്തിനും ടീമിനും ലഭിച്ചിരുന്നത്. സസ്പെൻഷൻ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അദ്ദേഹം വാഴക്കുളം പോലീസ് സ്റ്റേഷനിലെ എസ്.ഐ ആയി ചാർജ് എടുത്തു. തുടർന്ന് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നതിനെ തുടർന്ന് അടിമാലി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ട്രാഫിക് എസ്.ഐ ആയി വീണ്ടും കെ.പി. സിദ്ദീഖ് മൂവാറ്റുപുഴയിൽ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. മൂവാറ്റുപുഴയിലെ പൗരാവലിയുടെ നേതൃത്വത്തിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തിന് സ്വീകരണവും നൽകി. കഴിഞ്ഞ തവണ നമുക്കെല്ലാം അറിയാവുന്നതാണ്. രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിൽ രാഷ്ട്രീയത്തിൻ്റെ ചട്ടത്തിന് ഇരയായ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. സത്യസന്ധനും കഴിവുള്ളതുമായ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ട്രാഫിക് ഉദ്യോഗസ്ഥൻ യാതൊരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന കാരണമൊന്നുമില്ലാതെ ഇദ്ദേഹത്തെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം, മൂവാറ്റുപുഴ ട്രാഫിക് സംവിധാനം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി ഒരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഭരണം മാറി അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ ഒരു തിരിച്ചടി വന്നു കഴിഞ്ഞു. പുത്തൻ ഭരണാധികാരികൾ വന്നു കഴിഞ്ഞു. ന്യായമായും സ്വാഭാവികമായിട്ടും നീതി വീണ്ടും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ പുതിയ ഭരണകൂടം അദ്ദേഹം പ്രവർത്തിച്ച അതേ ഏരിയയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് മാതൃകയാണ്. തീർച്ചയായും ഞങ്ങൾ മൂവാറ്റുപുഴ പൗരാവലി, എന്നോടൊപ്പമുള്ള സുഹൃത്തുക്കൾ മാഹിൻ, ഷബീബ്, അസീസ്, സലാം, ഫൈസൽ എന്നിവരെല്ലാം ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ പൗരസമൂഹത്തിൻ്റെ പ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാണുവാനും അനുമോദനങ്ങൾ അർപ്പിക്കുവാനുമാണ് വന്നത്. മൂവാറ്റുപുഴ പൗരാവലി അംഗങ്ങളായ മാഹിൻ വെളിയത്തുകുടി, നസീർ അലിയാർ, ഫൈസൽ കെ.എം, സാഹിൽ മക്കാർ, ഷബീബ്, സലാം എവറസ്റ്റ്, എം.കെ. അസീസ് എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.